നീ ആ പഴയ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ മാലയും മൗലിദും അതൊക്കെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ധന്യമാക്കിക്കോ. നിന്റെ വല്ലിമ്മയുടെ, നിന്റെ ഉമ്മയുടെ ആ പഴയ പാരമ്പര്യത്തിലേക്ക് പൊയ്ക്കോ. ഇന്നത്തെ വല്ലിമ്മക്ക് അത് അനുഭവമുണ്ട്. പക്ഷേ ആ വല്ലിമ്മ തൻ്റെ ഉമ്മയുടെയും വല്ലിമ്മയുടെയും ഒക്കെ കഥ മറന്നു. ഇന്ന് മരുമകളുടെ കൂടെ, മരുമക്കളുടെ കൂടെ, മക്കളുടെ കൂടെ ഈ ടെലിവിഷന്റെ മുമ്പിൽ അതിന്റെ റിമോട്ട് കൺട്രോളും പിടിച്ചിരിക്കുന്നത് ഈ 80 കഴിഞ്ഞ 90 കഴിഞ്ഞ മാമമാരാണെന്നത് ഈ ഉമ്മത്തിന് നാണക്കേടാണ്. ഉമ്മമാരെ, ഒരിക്കലും അരുത്. നിങ്ങൾ ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട് പറയുന്ന. പേടിച്ചോ, നാളെ പടച്ചോൻ ചോദിക്കും ഇപ്പം എങ്ങനെ ഉണ്ടടാം, മറുപടി പറയേണ്ടി വരും. അതിന് കടന്നോ, നിങ്ങൾ ക്ഷമിച്ചാലും വേണ്ടില്ല, ക്ഷമിച്ചില്ലെങ്കിൽ അതൊന്നും നടക്കൂല കേട്ടോ. നരകത്ത് ചെന്നിട്ട് പിന്നെ ക്ഷമ നടക്കൂല. ഒരു സ്ഥലത്ത് കാണാൻ നരകത്തിന്റെ ഒരു ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, നരകത്തിൽ ഇങ്ങനെ പൊള്ളുന്ന വേദന അനുഭവിക്കുമ്പോ നരകാവകാശികൾ നരകത്തിൽ നിന്ന് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കും. അതേ മുഖത്ത മാംസങ്ങളെ വികൃതമാക്കുന്ന വെള്ളമാണ് അവർക്ക് കൊടുക്കാനുള്ളത്, കരിച്ച് കളയുന്ന വെള്ളം. ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ. അതൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അവർ പറയും, പടച്ചോനെ ഒരു തണുത്ത മഴ വേണം, ഈ ചുടുവെള്ളം കുടിച്ചു മടുത്തു, ഈ തീയിൽ കിടന്ന് കത്തിക്കരിഞ്ഞു, എന്നാ തീരുന്നില്ല, പിന്നെയും പിന്നെയും ശരീരം ഇങ്ങനെ ഉണ്ടാവുകയാണ്. അല്ലാഹുവേ കഴിയില്ല, രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1000 കൊല്ലം വിളിച്ചാലും വിളി കേൾക്കില്ല. പിന്നെ മാലിക്കിനെ വിളിച്ചിട്ട് അല്ലാഹ് ചോദിക്കും, അത്രേ മാദാ യത്ലുബൂൻ, അല്ലയോ മാലിക്, നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം, അവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണല്ലയോ മാലിക്, അവരെന്താണ് ചോദിക്കുന്നത് ഒന്ന് പറയൂ. അള്ളാഹുവിനോട് മാലിക് പറയുന്നു, ഇന്നകം തഅലമു ബിഹി മിന്നി, പടച്ചോനെ എല്ലാം അറിയുന്ന അലിമുൽ ഗൈബി വശഹാദ, ദൃശ്യാദൃശ്യങ്ങളുടെ ജ്ഞാനിയായ നീ എന്നോട് എന്തിനു ചോദിക്കണം റബ്ബേ, പക്ഷേ ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറയാൻ നിർബന്ധിതനാണ്. പടച്ചവനെ അവരെന്താ ചോദിക്കുന്നത് നിനക്കറിയാം. ഏതായാലും മാലിക് അലൈഹിസ്സലാം പറയുന്നു, ഞാൻ പറയാം, ഇന്നഹും യത്ലുബൂനൽ ഗൈസ, അവര് നല്ല വെള്ളമുള്ള ഒരു മഴയാണ് ചോദിക്കുന്നത് പടച്ചോനെ. അതേ മഴയാണോ ചോദിക്കുന്നത്? ഉടനെ തന്നെ കാർമേഘം കയറി. ആ കാർമേഘം കാണുമ്പോൾ ഇവർ സമാധാനത്തിലാണ്, മഴ വർഷിക്കുകയാണ്. ഇപ്പൊ കിട്ടൂടാ മഴ. എന്നാലും നരകത്തിലെ തീയിൽ കിടന്ന് കത്തിയരിയുകയല്ലേ എപ്പോഴും. അതാ വരുന്നു ഫഉർസിലത്ത് അലൈഹിമുൽ അഖാരിബ്, തേൾമഴയാണ് അവരിലേക്ക് പെയ്തിറങ്ങുന്നത്. ഇതുവരെ തീയിന്റെ കടി കൊണ്ടാൽ മതി, ഇനി തേളിന്റെ കടിയും കൂടെ സഹിക്കണം. എന്റെ സുഹൃത്തെ ഒന്ന് ആലോചിച്ച് നോക്ക. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നതെടാ, ഇവിടെ നമ്മള് കരഞ്ഞ് സങ്കടപ്പെട്ട് കുറെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, മറിച്ച് നമ്മൾ പറയാതെ സഹിക്കണം. ദുനിയാവിൽ നിന്ന് നമ്മൾ നരകത്തിലേക്ക് ഇങ്ങോട്ട് എത്താൻ കാരണം എന്താ? ദുനിയാവ് നമ്മൾ ക്ഷമിച്ചില്ല എന്നല്ലതേ. ക്ഷമിച്ചില്ല എന്നതുകൊണ്ടല്ലേ നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, നോമ്പ് നോൽക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, അന്യ സ്ത്രീകളെ കാണുമ്പോൾ നോക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, വൃത്തികെട്ട ഫോട്ടോകൾ ആസ്വദിക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, അതേ വൃത്തികെട്ട ചിത്രങ്ങൾ കാണാതിരിക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, റിയാലിറ്റി ഷോകളും സീരിയലുകളും ഒഴിവാക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, ഹലാല് മാത്രം തിന്ന് ഹറാം ഒഴിവാക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, അതേ വൈകാരിക വൃത്തികേടുകളിൽ നിന്ന് മുഴുവനും മാറി നിൽക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, അതേ വാപ്പനെയും ഉമ്മാനെയും വെറുപ്പിക്കാതെ കെട്ടിയോള് ചൊല്ലിത്തരുന്ന തിരിപ്പ് കേട്ടിട്ട് വാപ്പാനെയും ഉമ്മാനെയും വെറുപ്പിക്കാതെ നടക്കണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു, മക്കൾ ചീത്തയായ വഴിയിലൂടെ പോകുമ്പോൾ അവരെ ഉപദേശിച്ച് നന്നാക്കി നന്മയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് എന്നോട് സ്നേഹം പോയി പോകുമോ എന്ന പേടിയില്ലാതെ സധൈര്യം അത് പറയണമെങ്കിൽ, ഉപ്പക്ക് വോയിസ് ഉണ്ടാകണമെങ്കിൽ ക്ഷമ വേണ്ടിയിരുന്നു. എടോ ഇതൊന്നുമില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ എത്തിയത്. ഇനി കുറച്ചു കാലം അങ്ങ് ക്ഷമിക്കുക.
അല്ലാഹു സ്വാബിരീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? വബശ്ശിരി സ്വാബിരീൻ. ഒന്ന് ക്ഷമിച്ചു നോക്കുക, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഇനി ആരും മിണ്ടരുത്. തേളിന്റെയും തീയിന്റെയും ആ കടിയും അതുപോലെ തന്നെ ചുടുജലപാനത്തിന്റെ കടുപ്പവും സഹിച്ചുകൊണ്ട് എല്ലാവരും ഒരേ ഒരു സ്വരത്തില് അതാ ഒറ്റയടിക്ക് പല്ല് കടിച്ചു നിൽക്കുന്നു. എല്ലാവരും മിണ്ടാതെ നിൽക്കുക. പിന്നെ ആരും മിണ്ടുന്നില്ല. നിശബ്ദമായ അന്തരീക്ഷം. നരകത്തിൽ നിന്ന് കുറെ കാലങ്ങൾ കരയാതെ നിൽക്കുന്നു. എവിടെ ഒരു പ്രതികരണവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നും ചോദിക്കുന്നില്ല. അവസാനം ഒരാളുടെ വായി പിടിച്ചു നിർത്തിയിട്ടും നിൽക്കുന്നില്ല. അറിയാതെ അങ്ങ് പൊട്ടുന്ന അയാള് പറയുന്ന നമ്മൾ ഇവിടെ ക്ഷമിച്ചാലും കണക്കാ, ക്ഷമിക്കാതെ പൊറുതിയേട് കാട്ടിയാലും കണക്കാൻ. അതുകൊണ്ട് കരയാണെങ്കിൽ കരഞ്ഞോ, എന്തെങ്കിലുമൊക്കെ നിലവിളിച്ചാൽ അതെങ്കിലും ഒരു സമാധാന, കരഞ്ഞൂട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വീണ്ടും പൊട്ടിക്കരയും. ആ നിലവിളി ഉയരുമ്പോ അല്ലാഹു തആല വീണ്ടും കാര്യമന്വേഷിച്ച് അടുത്ത ഒരു ഇപ്പൊ കയറിയത് കറുത്ത കാർമേഘമാണ്. അതേ, അത് കാണുമ്പോൾ ഒരു ചെറിയ സമാധാനം. കറുത്ത കാർമേഘം മഴ തന്നെയാണെന്ന സമാധാനത്തിൽ ഇവർ നിൽക്കുന്നു. സമാധാനമൊട്ടുമില്ല. നരകത്തിലല്ലേ, എന്നാലും പഠിത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതാ വരുന്നു. ഫൗർസിലത് അലൈഹിമുൽ ഹയ്യാത്ത്. നീണ്ടു വലിഞ്ഞ തുള്ളികൾ, സർപ്പങ്ങൾ അങ്ങനെ പെയ്തിറങ്ങുന്നു. തീയിന്റെ കടി കൊള്ളണം, സർപ്പങ്ങളുടെ കടി കൊള്ളണം. സക്കൂം വൃക്ഷം തിന്ന് വെള്ളം വയറ് നിറക്കണം, ഹമീം വെള്ളം കുടിച്ച് വയറ് നിറക്കണം. ഇതൊക്കെ ഞാൻ പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സക്കൂം വൃക്ഷത്തിന്റെയും ഹമീം വെള്ളത്തിന്റെയും ഒക്കെ കടുപ്പോ, അതുകൊണ്ടാണ് അതിലേക്ക് കടന്നു വരാത്തത്. മറ്റു സീഡികളൊക്കെ നിങ്ങൾ കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇങ്ങനെയുള്ള ഒരു അവസരത്തില് ഞാനും നിങ്ങളും രക്ഷപ്പെടണ്ടേ സുഹൃത്തുക്കളെ? നമുക്ക് രക്ഷപ്പെടാൻ വല്ലതും വേണ്ടേ സുഹൃത്തുക്കളെ? പടച്ചോനെ പേടിച്ച് ജീവിച്ചില്ലെങ്കിൽ കേട്ടോ, അല്ല പറയുന്ന ഫസ്ബിറു ഔ ലാ തസ്ബിറു. നിങ്ങൾ ക്ഷമിച്ചാലും കണക്കാ, ക്ഷമിച്ചില്ലെങ്കിലും കണക്കാ. സവാഉൻ അലൈക്കും. രണ്ടും കണക്കാട്ടോ. നിങ്ങൾക്കത് രണ്ടും ബറാബറാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതെന്താ പടച്ചോനൊരു കണ്ണു ചോരല്ലാത്ത ഏർപ്പാട് എന്ന് തോന്നിപ്പോവല്ലോ അല്ലേ? കാരണം ഇങ്ങനെയൊക്കെ കരഞ്ഞിട്ട് എന്താ ഒരു മെയിൻറ്റെയിൻ ചെയ്യാത്തത്? അതിനും കൂടെ മറുപടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിർത്താം. അതിന് അല്ലാഹ് മറുപടി പറയാ. നിങ്ങൾക്ക് തോന്നൂ നിർദാക്ഷിണ്യം ഇങ്ങനെ പറയുമ്പോൾ നരകത്തിലെത്തിയ പിന്നെ ദാക്ഷിണ്യം എന്ന പദം, സ്നേഹം, കാരുണ്യം, ദാക്ഷിണ്യം, ഈ പദമൊന്നും അവിടുത്തെ നിഘണ്ടുവിലില്ല. അതൊക്കെ വർജിക്കപ്പെട്ടിരിക്കുകയാണ്, ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് കരുണല്ലാതെ നിഷ്കരുണ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് പടച്ചോനെ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നുണ്ടോ? ഞാൻ നിഷ്കരുണം പറയല്ല, ഞാൻ നിഷ്കരുണനായതല്ല, മറിച്ച് ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ. ഞാൻ നിങ്ങളെ ആക്രമിക്കല്ലോ, മറിച്ച് നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയതിന്റെ അനുഭവങ്ങളാണിത് എന്ന് ശരിക്ക് ബോധ്യപ്പെട്ടോ? മനുഷ്യനോട് പറയാൻ ഞാൻ ആക്രമിക്കുന്നില്ല, നിങ്ങളൊക്കെ ചെയ്തതിനുള്ളത് മാത്രം തരികയാണ്, എൻ്റെ വകയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ. നിങ്ങളുടെ കർമ്മഫലം മാത്രമാണ് നിങ്ങൾക്കിവിടെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാഹു പറയാണ്, സദഖല്ലാഹുൽ അലിയ്യുൽ അദീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا
قلت حيلتنا أدركنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا يا شفيع المذنبين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المتقين في جنات ونعيم فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر مصفوفة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين
فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إذا أمرتكم بشيء فأتوا منه ما استطعتم وإذا نهيتكم عن شيء فاجتنبوه صدق محمد رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد സർവാധരണീയരായ ഉസ്താദുമാർ, സദസ്സിലിരിക്കുന്ന ആലിമ്യങ്ങൾ, മുതഅല്ലിമീങ്ങൾ, നാട്ടിലെ കാരണവന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഈ വേദിക്ക് കാതോർക്കാൻ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും പെങ്ങന്മാരും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഇന്ന് നാം ചർച്ച ആരംഭിക്കാൻ പോകുന്ന സ്വർഗം, ആ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നാം ഏകദേശം അവസാന ഭാഗത്ത് കേട്ടത് വല്ലാത്ത പൊള്ളുന്ന ഓർമ്മകളായി എന്നും മനസ്സിൽ നിലനിൽക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഈ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് എനിക്കും നിങ്ങൾക്കും ദൃഢവിശ്വാസമുണ്ടെങ്കിൽ ചിന്തിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതേക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല. കാരണം ഈ ജീവിതം ശാശ്വതമല്ല എന്ന് എനിക്കുമറിയാം, നിങ്ങൾക്കുമറിയാം. ഇന്നലെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഇന്നുള്ളവർ നാളെ വിട പറയാനിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ മറ്റന്നാള്, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം, തൊട്ടടുത്ത ആഴ്ച, തൊട്ടടുത്ത മാസം, അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം ഞാനും നിങ്ങളും പോകാനിരിക്കുകയാണ്. ആർക്കും ശാശ്വതമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഐഹിക ജീവിതം നിശ്ചയിച്ചിട്ടില്ലെന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് നമ്മളെല്ലാം. അത് വിശ്വസിക്കുന്നവരാണ് എന്ന് വെക്കുമ്പോൾ പിന്നെ ഈ ഭൂമിയിൽ കൂത്താടി നടക്കുക എന്ന് പറയുന്നതിന് ഒരർത്ഥവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഇന്നലെ നാം പറഞ്ഞത്, ജീവിതം ചിട്ടപ്പെടുത്തി തോന്യാസങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും മാറി നിന്നില്ലെങ്കിൽ നരകം നമ്മുടെ സങ്കേതമായിരിക്കും. വളരെ വളരെ വൃത്തികെട്ട സങ്കേതമാണത്. പിടിച്ചു കഴിഞ്ഞാൽ ആ നരകത്തിൽ നിന്ന് മോചനം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല.
ഇനി മോചനം ലഭിച്ചാൽ തന്നെ ആ ജയിൽവാസ നാളുകൾ ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് ഇന്നലെ ചെറുതായി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ നരക ചിത്രം കഴിഞ്ഞിട്ട് സൂറത്തു തൂറിലൂടെ അള്ളാഹു കടന്നു വരുന്നത് വളരെ പ്രധാനപ്പെട്ട 5 വാക്യങ്ങളെ പിടിച്ച് സത്യം ചെയ്ത, പരലോകം സത്യമാണ്, യഥാർത്ഥമാണ്, പരമാർത്ഥമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ദുഷ്ടന്മാർക്ക് നരകവും അതേസമയം സജ്ജനങ്ങൾക്ക് സ്വർഗവും ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ സ്വർഗചിത്രത്തിലേക്കാണ് ഇന്ന് നാം കടന്നു വരുന്നത്. അള്ളാഹു പറയുന്നു, തോന്നിയാസങ്ങളിൽ കൂത്താടി നടക്കുന്നവർക്ക് നരകമാണെങ്കിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം, നിശ്ചയം തീർച്ചയാണ് പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ട ക്രമത്തിൽ സൂക്ഷിച്ചു ജീവിക്കുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കുന്നവര് ഫീ ജന്നാത്തിൻ വനഈം, സ്വർഗീയ ആരാമങ്ങളിലും സുഖലോക സ്വർഗത്തിലെ സർവവിധ സൗകര്യങ്ങളും സന്തോഷങ്ങളും ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയുമാണ്. അതേ നരകത്തിന്റെ ശിക്ഷ, നരകശിക്ഷ പഠിച്ചവനെ അതൊരു ഒഴിയാപാതയാണ്, വന്നുപെട്ടാൽ ഞങ്ങൾ രക്ഷപ്പെടില്ല. ഇന്നഹാ സാഅത് മുസ്തഖറം വ മുഖാമാ, പഠിച്ചവനെ ആ നരകശിക്ഷ അതാ സാഅത്, അത് വളരെ വളരെ മോശപ്പെട്ടതാണ്, വൃത്തികെട്ടതാണ് റബ്ബേ ആ ശിക്ഷ. മുസ്തഖറം വ മുഖാമാ, താൽക്കാലിക കേന്ദ്രമായിട്ടോ സ്ഥിരവാസ കേന്ദ്രമായിട്ടോ ആ നരകം തീരെ നടക്കില്ല. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, മുസ്തഖർ മുഖാം ഇത് തമ്മിലുള്ള അന്തരം വിശദീകരിക്കുന്നു. മുസ്തഖർ എന്ന് പറയുമ്പോൾ താൽക്കാലികമായി താമസിക്കുന്ന താൽക്കാലിക കേന്ദ്രമാണ്. അതേസമയം മുഖാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരവാസ കേന്ദ്രമാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറ, പഠിച്ചവനെ ഒരു സെക്കൻഡ് പോലും നരകശിക്ഷ താങ്ങാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ വ മുഖാമ, പിന്നെ കാലാകാലം കൂടാൻ കഴിയോ? അത് തീരെ സഹിക്കാൻ വയ്യ. അതേ താൽക്കാലികമായും കാലാകാലത്തേക്കും അത് ഒരിക്കലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഇവർ ആഹ്ലാദിക്കും, സന്തോഷിക്കും എന്ന് പറഞ്ഞത് അത് നിഅമത്തും മുസ്തഖില്ലയാണ്, ഒരു സെപ്പറേറ്റ് അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുമ്പോ അതാണ്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാം. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാഹിബു സിർരിഹി എന്ന ഓമന പേരുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീക്രട്ട് വാല എന്ന് ഓമന പേരുള്ള, അഥവാ നബി തങ്ങൾ രഹസ്യങ്ങളൊക്കെ കൈമാറിയിരുന്ന ഒരു മഹാനുണ്ടായിരുന്നു സഹാബിമാരുടെ കൂട്ടത്തിൽ. എല്ലാ രഹസ്യങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. അതിനാദ്യം ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഇതാണ് ആ മഹാൻ. ആ മഹാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട്, രഹസ്യം കൈമാറാൻ പറ്റുമോ. ഒരു കാലത്തും രഹസ്യം ചോർന്നോകൂല എന്ന് കണ്ടപ്പോ അതിന് പറ്റിയ ആളാക്കി. കാരണം അങ്ങനെ നന്നായി പരിശോധിച്ചറിഞ്ഞിട്ടേ ഈ പണിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുടുങ്ങും. അങ്ങനെയാണല്ലോ നമ്മുടെ പലപ്പോഴുള്ള അനുഭവങ്ങൾ. അങ്ങനെയായിരിക്കും. രഹസ്യം പറയണമെങ്കിൽ ആ ആള് സാഹിബു സിറാക്കാൻ പറ്റും എന്ന് അങ്ങോട്ട് ബോധ്യപ്പെടണം. റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാഹിബു സിറായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീനായ കാലഘട്ടത്തിൽ, അല്ലയോ ഹുദൈഫ, ഇസ്ലാമിന്റെ ശത്രുക്കളായ
കുഫാറുകളെ നമുക്ക് തിരിച്ചറിയാൻ പ്രശ്നമില്ല. തെളിഞ്ഞ ശത്രുക്കൾ ആരാണ് എന്ന് വേഗം മനസ്സിലാക്കാം. പക്ഷേ ഇസ്ലാമിനകത്തുള്ള മുനാഫിക്കുകളെ തിരിച്ചറിയണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഓ ഹുദൈഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുനാഫിക്കുകളുണ്ട് എന്നല്ല, ഇന്നും മുനാഫിക്കുകളുണ്ട്, എന്നും മുനാഫിക്കുകൾ ഉണ്ടാവും. അത് ഞാൻ പറയുകയാണ് കൂട്ടത്തിൽ. സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ കാഫിറൂൻ, ഈ 3 അധ്യായം ഖുർആനിലുള്ള കാലത്തോളം ഇതിന് 3നും വക്താക്കൾ ഉണ്ടാകും. ഈ 3 വക്താക്കൾക്ക് പുറത്തു മറ്റൊരു വക്താക്കളെ നിങ്ങൾക്ക് കാണാനും കഴിയില്ല. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കാഫിറൂൻ എന്ന് പറഞ്ഞത് വിശാലമാണ്, നിഷേധികളുടെ പട്ടികകൾ വളരെ വിശാലമാണ്. മുനാഫിഖൂൻ എന്ന് പറയുന്നതും വിശാലമാണ്, മുഅ്മിനൂൻ എന്ന് പറയുന്നതും, ഇതൊക്കെയും വിശാലമായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനൊക്കെ പല മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതു കാലഘട്ടത്തിലും മുനാഫിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സ്ഥിതി വിവര പട്ടിക മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് നന്നായി അറിയാം. പക്ഷേ അത് പുറത്തു വിടുന്നതിൽ ഖൈറില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അള്ളാഹു അത് പുറത്തു വിടണ്ട എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് രഹസ്യമായി അറിയും. ആരെന്ത് കളി കളിച്ചാലും തൽക്കാലം അതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ മുത്തുനബി നിന്നാലും മുനാഫിക്കുകളുടെ നിഫാഖ് മുഴുവനും മുത്തുനബി അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുനാഫിക്കുകളുടെ പേരു വിവര പട്ടിക മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഹുദൈഫക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അതാ ഖാദിമാരെ നിയമിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, ഞാൻ ഏതെങ്കിലും നാട്ടിലേക്ക് നിയമിച്ച ഖാദിമാരിൽ ഒരാളെങ്കിലും മുനാഫിഖുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട്. കാരണം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വളരെ രഹസ്യമായി ഇത് അറിയാവുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഹുദൈഫ? പേടിച്ചിട്ടാണ്. കാരണോ താടിയും തലപ്പാവും വേഷവും ഒക്കെ ഗംഭീരായാൽ തന്നെ നിഫാഖ് അപ്പോഴും ഉള്ളുന്ന് പോകൂലല്ലോ, ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കാളിയാരാണെങ്കിലും ആ കൂട്ടത്തിൽ ഒരു മുനാഫിക്കായ കാളിയാരുണ്ടാവാം. അറിയണം. ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഏതെങ്കിലും ഒന്നുണ്ടോ? ആ സമയത്ത് ഹുദൈഫ പറയുന്നു, വാഹിദും മിൻഹും യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ആ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ, ഒറ്റയാള്, അത് മുനാഫിഖാണ്. അതാരാണെന്ന് ചോദിക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വളരെ ഹിക്മത്തോടുകൂടെ ചോദിക്കുന്നു. പക്ഷേ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറയരുതെന്ന് പറഞ്ഞ ഒരു രഹസ്യം ഞാൻ പറയില്ല. വീണ്ടും ചോദിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കുന്നതിൽ ഹുദൈഫക്ക് വിഷമമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ രഹസ്യം പറയാനും വയ്യ. അപ്പൊ ഹുദൈഫ ഈ ചോദ്യം അവസാനിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ കിട്ടിയാൽ. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുദൈഫ പറയുന്നു, അതാ ഒരുപാട് സ്വന്തമായി നിരീക്ഷിച്ചു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഖാദിമാരെ. ആരുടെ കയ്യിലാണ് ക്രമക്കേട്, ആരുടെ ഈമാനിനാണ് കുഴപ്പമുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ഖാദിയെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഹുദൈഫ പറയാണ്, അല്ലാഹു ആണ് സത്യം, മുത്തുനബി എന്നോട് മുനാഫിഖാണെന്ന് പറഞ്ഞ അഖാദിയെ തന്നെയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘദൃഷ്ടിയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഴിവാണ്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാനാ ഞാൻ ഇത് പറഞ്ഞത്. അതിന് ഹുദൈഫ ആരാണെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. മദീനത്തെ പള്ളിയിൽ ജനാസ എത്തിയാൽ, ഏതൊരു ജനാസ വന്നാലും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ജനാസയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഹുദൈഫയുണ്ടോ എന്ന് നോക്കും. ഹുദൈഫ ഇല്ലെങ്കിൽ ആരോടും പറയാതെ ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങും. കാരണം എന്താ? ഹുദൈഫ വരാതിരുന്നത്, ഈ ആള് മുനാഫിക്കാണെന്ന് റസൂലുള്ളാഹി വിവരം കൊടുത്തിട്ടുണ്ട്, ഇവന്റെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന ഒരു ഹിക്മത്തായിരുന്നു ഇത്. ഇതുകൊണ്ടാണ് വ്യതിയാന ചിന്താഗതിക്കാർക്ക് നിസ്കരിക്കരുത്, വ്യതിയാന ചിന്താഗതിക്കാരനായി അറിയപ്പെട്ടവന് എന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇതാണ്.
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഈ ഹുദൈഫയോട് ഒരു സമയത്ത് അള്ളാഹുവിന്റെ റസൂല് വിളിച്ചിട്ട് കാതിൽ പറഞ്ഞ ഒരു സ്വകാര്യം, ആ സ്വകാര്യത്തിന്റെ കടുപ്പം എത്രയാണ്! അത് കേട്ടാൽ ഉറപ്പാണ് ഈ സദസ്സിലുള്ള എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടും. വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. നരകശിക്ഷയെ തൊട്ട് കാക്കുന്നത് വല്ലാത്തൊരു സംഭവമാണ്. നരകമുക്തി എന്നാണോ കിട്ടുന്നത്, അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കുമെന്ന് ഈ ഇരിക്കുന്ന സഹോദരന്മാരും എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരും തീരുമാനിക്കുമെന്ന് എനിക്കറിയാം. എന്താണത്? ബഹുമാനപ്പെട്ട ഹുദൈഫ പറയുന്നു, അസറ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ. മുത്തുനബി ഒരു ദിവസം എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. ഇതിപ്പോ എന്താ സ്വകാര്യമായിട്ട് പറയാൻ? ഈ സ്വകാര്യം കൈമാറുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ സ്വകാര്യ. പിന്നെന്തിനാ സ്വകാര്യം പറയുന്നത്? കൈമാറരുത് എന്ന് പറഞ്ഞ സ്വകാര്യം പുറത്തു വിടാത്തതുള്ളൂ. പിന്നെന്തിനു ഇത് സ്വകാര്യമായിട്ട് പറഞ്ഞു? ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ വഅ്ള് പറയുന്നതിനേക്കാൾ ഫലിക്കും ഇത് ഏതെങ്കിലും ഒരാളുടെ അടുത്തൊരു തിന്മ കാണുമ്പോൾ പതുക്കെ വിളിച്ചിട്ട് അയാളുടെ ചെവിയിൽ സ്വകാര്യമായിട്ടൊന്ന് ഉപദേശിക്കുമ്പോൾ ഒന്നും കൂടെ അത് ഫലപ്പെടും. ഒരു കാര്യഗൗരവത്തിൽ എടുക്കുക ആ വിഷയത്തെ. വൈയക്തിക ദഅ്വക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ ദഅ്വ എല്ലാവരും നടത്തണം. മൈക്ക് കിട്ടിയാൽ ഇതുപോലെ പ്രസംഗിക്കൽ മാത്രമല്ല, വ്യക്തിഗത ദഅ്വ അത് വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാണുമ്പോൾ തിന്മ കാണുമ്പോൾ അപ്പപ്പോൾ ഉപദേശിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മളുടെ ഉപദേശം കൊണ്ട് ഒരുപാട് ആളുകൾ നന്നാകുന്ന അവസ്ഥ ഉണ്ടാക്കി അള്ളാഹു നമ്മളെയും കൂടെ രക്ഷപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആലോചിച്ച് നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, റസൂലുള്ളാഹി എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. ഈ സ്വകാര്യം പറഞ്ഞു തീർന്ന് ഹുദൈഫ പൊട്ടി പൊട്ടി കരഞ്ഞു. എന്താ കാരണം? ഹബീബ് പറയുന്നു, വായിക്കുന്നത് തന്നെ വലിയ കടുപ്പമുള്ളതാണ്. പണ്ഡിതന്മാര് സദസ്സിലുള്ളത് കൊണ്ട് മുതഅല്ലിമീങ്ങൾക്ക് അത് വായിക്കുമ്പോഴേക്ക് തന്നെ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളും. റസൂലുള്ളാഹി പറയുന്നു, യാ ഹുദൈഫ ഇന്ന ഫീ ജഹന്നമ ലസിബാഅൻ മിൻ നാർ വകിലാബൻ മിൻ നാർ വകലാലീബ മിൻ നാർ വസ്സുയൂഫൻ മിൻ നാർ ثم إنه يبعث ملائكة فيعلقون أهل النار بتلك الكلاليب على أحناقهم ويقطعونهم بتلك السيوف ثم يلقونها إلى تلك السباع كلما قطعوا عضوا عاد مكانه غلا شديدا. ഇത് കേട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ പൊട്ടിക്കരഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു അബിദ്ദുന്യ റഹ്മത്തുള്ളാഹി അലൈഹി ധാരാളം കിതാബുകളുള്ള കൂട്ടത്തില് ഇബ്നു അബിദ്ദുന്യക്ക് ഒരു കിതാബുണ്ട്, സിഫത്തുന്നാർ. അതിന്റെ പേര് തന്നെ നരകചിത്രം എന്ന. ആ നരകചിത്രം എന്ന കിതാബിലെ ഒരു ചിത്രമാണ് ഈ പറയുന്നത്. ഒരു ഹദീസാണിത്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ഹുദൈഫ പറയാൻ. എന്താ പറഞ്ഞത്? ഓ ഹുദൈഫ, ഇന്ന ഫീ ജഹന്നമ ലസിബാഅൻ മിൻ നാർ. നരകത്തിൽ തീയിന്റെ ഒരുപാട് വന്യജീവികളുണ്ട്. തീയുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വന്യജീവികൾ. അതേ, തീയിന്റെ സിംഹങ്ങളുണ്ട്, തീയിന്റെ പുലികളുണ്ട്, തീയിന്റെ കടുവകളുണ്ട്. പ്രിയപ്പെട്ട ഹുദൈഫ, അത് നരകത്തിൽ കിടന്ന് വാപ്പൊളിച്ച് ചാടും. വകിലാബൻ മിൻ നാർ. നരകത്തിൽ തീ പട്ടികളുണ്ട്, തീയുകൊണ്ടുണ്ടാക്കിയ പട്ടികളുണ്ട് നരകത്തിൽ. വകിലാബൻ മിലിക്കാൻ, കുളത്തി വലിക്കാൻ ഉപയോഗിക്കുന്ന കൊളുത്തുചങ്ങലുകൾ. വകലാലീബ മിൻ നാർ. സുബ്ഹാനല്ലാഹ്. വസ്സുയൂഫൻ മിൻ നാർ. ഇതിന്റെ ഒക്കെ പുറമെ ശരിക്കിങ്ങനെ തീയുകൊണ്ട് അല്ലാഹു ഉണ്ടാക്കി വെച്ച വാളുകളുണ്ട്. തീ പറക്കുന്ന വാളെന്ന് ആലങ്കാരികമായി ഭൂമി ലോകത്ത് നമ്മൾ പറയാറുണ്ട്. എന്നാ അതൊക്കെ ആലങ്കാരികമാണ്. ഇത് അക്ഷരത്തിലും അർത്ഥത്തിലും തീ പറക്കുന്ന വാളാണ്. വസ്സുയൂഫൻ മിൻ നാർ. സുമ്മ ഇന്നഹു യുബ്അസു മലായിക. പിന്നെ എന്താണ് വസ്തുത എന്നറിയോ? അങ്ങോട്ട് കുറെ മലക്കുകളെ നിയോഗിക്കപ്പെടുന്നു. അവരാരാ? സബാനിയാക്കളാണ്. സബാനിയാക്കളായ മലക്കുകളുടെ ഡിക്ഷണറിയിൽ അതേ ദാക്ഷിണ്യം എന്ന പദമില്ല, കാരുണ്യം എന്ന പദമില്ല.
ദയാവായ്പെന്നത് അവർക്ക് അറിഞ്ഞുകൂടാ, സ്നേഹവായ്പെന്ന പദം അവർക്ക് അറിഞ്ഞുകൂടാ. ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തയ്യാറാക്കിയ മലക്കുകളാണ്. ആ മലക്കുകളെ പറഞ്ഞയച്ചിട്ട് അവര് എന്താ ചെയ്യുന്നതെന്നറിയോ? ഫയുഅല്ലിഖൂന അഹ്ലന്നാർ, നരകാവകാശികളായ നമ്മളെ നരകത്തിന്റെ മുകളിൽ അതാ കെട്ടിത്തൂക്കുന്നു. ഫയുഅല്ലിഖൂന അഹ്ലന്നാർ, നരകാവകാശികളെ തൂക്കിയിടും. ബിത്തിൽക്കൽ കലാലിബി, ആ കൊളുത്തു ചങ്ങലകളിലാ തൂക്കുന്നത്. ആ കൊളുത്തു ചങ്ങല കൊണ്ടാ കെട്ടിത്തൂക്കുന്നത്. എവിടെ? അലാഹിനാക്കിഹിം, അവരുടെ മേലെ അണ്ണാക്കില്. സുബ്ഹാനല്ലാഹ്, ഞാനിത് പറയുമ്പോൾ നിങ്ങളെ വിളിക്കുന്നു, നമ്മുടെയൊക്കെ ഗ്രാമാന്തരങ്ങളിലുള്ള ഒരു അറവുശാലയിലേക്ക് വാ സുഹൃത്തെ. എന്തിന്? ഇതൊന്ന് ബോധ്യപ്പെടാൻ, ഈ നരകചിത്രം ഒന്ന് ബോധ്യപ്പെടാൻ. അറവുശാലയിൽ കണ്ടില്ലേ, കൊളുത്തുചങ്ങലകൾ ഉണ്ടാകും, കയറിൽ കെട്ടിയിട്ട ഇരുമ്പിന്റെ കൊളുത്തുണ്ടാകും. അതിലേക്ക് 50 കിലോ അല്ലെങ്കിൽ 30, 40, 50 കിലോ ഭാരമുള്ള ആ കുറക് 2-3 ആളുകള് അതാ പൊക്കിയെടുത്തിട്ട് ആ കൊളുത്തില് ഒരൽപ്പം അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാംസത്തിലങ്ങ് തുളയിട്ട് വെച്ചാൽ പിന്നെ ആ കൊളുത്തിൽ കിടന്നിട്ട് അതങ്ങനെ ആടിക്കളിക്കും. എന്നിട്ട് കശാപ്പുകാരൻ അതാ മുറിക്കുന്ന അതിലെ കഷ്ണം ദേ രൂപത്തിൽ അതാ നരകം. താഴെ കണ്ണ് കാണാത്ത കുഴിയാണ്. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? ഹാവിയ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ കുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത് തന്നെ. നരകക്കുണ്ട്, ആഴമുള്ള കുടിയാണ്. അതിന് മുകളിൽ ഈ കൊളുത്തു ചങ്ങലയിലേക്ക് നമ്മുടെ മേലെ അണ്ണാക്കങ്ങ് കൊളുത്തിയിട്ടു. നമ്മൾ അതിൽ ആടിക്കളിക്കുമ്പോൾ നരകത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് നേരത്തെ പറഞ്ഞ വന്യജീവികൾ, സിംഹവും പുലിയും കടുവയും ഒക്കെ നമ്മുടെ മാംസത്തിന് വേണ്ടി അതാ വാപ്പിളർത്തി ചാടുമ്പോൾ ആ വാളുകൾ എടുത്തിട്ട്, നേരത്തെ പറഞ്ഞ വാളുകൾ എടുത്തിട്ട് മലാക്കമാര് സബാനിയാക്കള് ഇവരുടെ കഷ്ണം ഇങ്ങനെ വെട്ടി അതിനെ ഇട്ടുകൊടുക്കുന്നു. എങ്ങോട്ടാ ഇട്ടുകൊടുക്കുന്നത്? ഇലാത്തിൽ കസിബാൾ, ആ വാ പൊളിച്ച് ചാടുന്ന മൃഗങ്ങൾക്ക് വേണ്ടി, കടുവകൾക്ക് വേണ്ടി, പുലികൾക്ക് വേണ്ടി, സിംഹങ്ങൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര ഒന്ന് ആലോചിക്ക. അറവുശാലയിലെ കൊളുത്തില് എന്നെയും നിങ്ങളെയും പിടിച്ചിട്ട് നമ്മുടെ അണ്ണാക്ക് അതിൽ കൊളുത്തിയിട്ടിട്ട് അതിലാടുമ്പോൾ അതിലൂടെ പോകുന്ന തെരുവ് പട്ടികളെ വാ വാ എന്ന് പറഞ്ഞ് വിളിച്ച അതിലെ ഓരോ കഷ്ണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്ന ഒരു ചിത്രം നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഇതാണോ നരകം? അല്ല. ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു 4 മൃഗത്തിനങ്ങ് വയറ് നിറഞ്ഞാൽ ഞാൻ തീരൂലേന്ന് തോന്നണ്ട. ആ മലാക്കമാര് ഇവരുടെ ഓരോ പാർട്ടും ഛേദിക്കുമ്പോ ഒരു കഷ്ണം അങ്ങോട്ട് മുറിച്ചെടുത്താൽ ആ മുറിച്ചെടുക്കപ്പെട്ട സ്ഥലം വീണ്ടും പുതുപുത്തനായി മടങ്ങി വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതുപുത്തനായി മടങ്ങി. മുറിച്ചെടുത്ത അപ്പോൾ തന്നെ അതുപോലത്തെ ഒരു നല്ല ഒരു കഷ്ണം, പുതിയ ഒരു കഷ്ണം അവിടെ അങ്ങോട്ടുണ്ടാവും. വീണ്ടും മുറിച്ചിട്ട് കൊടുക്കാം, തീരൂല. ഒന്നാലോചിച്ചു നോക്ക, ഇത്തരത്തിലുള്ള ഒരു അദാബ്. ഇത് നബി തങ്ങൾ നരകത്തിലുള്ള ഒരു ചിത്രം പറഞ്ഞു കൊടുത്തതാ. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ഹുദൈഫ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് കേട്ടാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതൊരു സംഭവമാണോ? ആണ് എന്ന് തോന്നുന്നവരോട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുമ്പ് അതൊക്കെ പാലിക്കുന്നതിൻ്റെ പുറമെ റബ്ബുഹും അദാബൽ ജഹീം എന്ന് പറഞ്ഞ ആ സന്തോഷം കിട്ടിയിട്ട് നരകശിക്ഷയിൽ നിന്ന് മുക്തി ലഭിച്ച ആ സന്തോഷത്തിൽ നമുക്ക് സ്വർഗത്തിലൊന്ന് ആഹ്ലാദിക്കണമെങ്കിൽ ഒരൊറ്റ നിസ്കാരത്തിന് ശേഷമില്ലാതെ പറയൂ സുഹൃത്തെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, ഇന്ന് തന്നെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് നിങ്ങളൊന്ന് മറിച്ചു നോക്കിയിട്ട് ഈ പ്രാർത്ഥന കാണാതെ അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായി പഠിച്ചു വെച്ച അള്ളാഹുവിന്റെ അതേ വചനം തന്നെ അങ്ങോട്ട് ചൊല്ലിയാൽ അതിനൊരു ബറക്കത്ത് വേറെയുണ്ട്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما.
കണ്ടോ, ഇത് താൽക്കാലികമായിട്ട് സഹിക്കാൻ കഴിയോ, എന്നിട്ടല്ലേ എന്നേക്കുമായിട്ട് സഹിക്കല്. ഇപ്പൊ നേരത്തെ കേട്ടല്ലോ ഒരു ചിത്രം, അത് മതി അതൊക്കെ ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് എല്ലാ ആളുകളും, സാധാരണക്കാർക്കൊക്കെ ഇതറിയാം. എന്തുകൊണ്ട്? ഉസ്താദുമാരെപ്പോഴും ദ്വാരക്കുന്നതാണ്. ഞാൻ പറയുന്നത് ദായിമാക്കണം. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ ദ്വാരക്കല്ല, ഇത് ദായിമാക്കുക. 2 പ്രാർത്ഥന, അതും പിന്നെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ നാളെ പറയാം. കാരണം അതിൻ്റെ പ്രസക്തി വരുന്നത് നാളെയാണ്. വിഷയത്തിൽ അതിന് പ്രസക്തി വരുന്നുണ്ട്, അപ്പം അതിനെക്കുറിച്ച് പറയാം. അപ്പം അത് കൂടുതൽ ശ്രദ്ധിക്കും. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. പലതവണ ഞാനത് ആവർത്തിച്ചത് ഇപ്പോൾ തന്നെ സദസ്സിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നവർ പഠിക്കണം. അല്ലാത്തവർ മുസാഫ് എടുത്ത് സൂറത്തുൽ ഫുർഖാൻ മറിച്ച് സൂറത്തുൽ ഫുർഖാൻ അവസാനിക്കുന്നതിൻ്റെ ആ പേജിലല്ല, തൊട്ടിപ്പുറത്തെ പേജിൽ അവസാന ഭാഗത്ത് വല്ലദീന യഖൂലൂൻ, അവർ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് റബ്ബന, അവിടെ മുതലാണ് പ്രാർത്ഥന. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അപ്പോ നരകമുക്തി മഹാന്മാര് പറഞ്ഞു അത് നിഅ്മത്തും മുസ്തഖില്ല, അതൊരു സെപ്പറേറ്റ് അനുഗ്രഹമാണ്. അതൊരു വേറിട്ടൊരു അനുഗ്രഹമാണ്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കിട്ടുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ വേറിട്ട ഒരു അനുഗ്രഹമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞത്. അത് ഇത്രയും വലിയ നരകം, ആ നരകത്തിൽ നിന്ന് സലാമത്താകുമ്പോഴേ അതിന്റെ വലുപ്പം നമുക്കറിയുള്ളൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ സംഭവമാണ്. അങ്ങനെ അസ്ഹാബുൽ അറാഫ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. സൂറത്തുൽ അറാഫ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. ഹസനത്തും സയ്യത്തും ഒക്കെ സമായ ഒരു ടീമുണ്ട്. അവർക്ക് സ്വർഗം നരകം അല്ലാത്തൊരവസ്ഥ ഉണ്ട്. അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതൊരു സംഭവം തന്നെയാണ്. പക്ഷേ സ്വർഗം കാണുമ്പം വല്ലാത്ത വിഷമമാണ് അങ്ങോട്ടെത്താൻ. കാരണം നമ്മൾ അദാബ് അനുഭവിക്കുന്ന കാലത്ത് അതില്ലാതെ എങ്കിലും ഇത് ആഗ്രഹിക്കാം. അതില്ലാതെ ആയാൽ പിന്നെ നമുക്ക് നമ്മളെ മേലുള്ള സുഖങ്ങളൊക്കെ കിട്ടണം. അത് മനുഷ്യന്റെ അവസ്ഥയാണ്. പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദേ നമുക്ക് അത്രയൊന്നും വേണ്ട, ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ടിൽ നിന്നാണ് രക്ഷപ്പെട്ടാൽ മതി. ഈ ബുദ്ധിമുട്ടുന്നത് ആരെന്ന് അയാൾ അങ്ങോട്ട് രക്ഷപ്പെട്ട് കിട്ടിയാൽ പിന്നെ അയാൾ പറയും മറ്റവൻ്റെ ആര് കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അത് മാനസികാവസ്ഥയാണത് മനുഷ്യന്റെ. അപ്പൊ അതുകൊണ്ട് സ്വർഗവും കൂടെ കിട്ടിയെങ്കിലേ നമുക്ക് സന്തോഷമാവും. അപ്പൊ ഇത് രണ്ടും കൂടെ കിട്ടിയ ആളുകളുടെ സന്തോഷം എത്രയായിരിക്കും? അതാണ് ഖുർആൻ പറഞ്ഞത്, ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. അല്ലാഹുവേ, ഒരുപാട് രസങ്ങളും തോന്നിയാസങ്ങളുമൊക്കെ നുണയാൻ അവസരമുണ്ടാകുമ്പോഴും ഇതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരുപാട് ആളുകൾ, അതിൽ ഉസ്താദുമാരുണ്ട്, അതേ മുത്തഅല്ലിമീങ്ങളുണ്ട്, ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അവരുടെ കയ്യിൽ എട്ടും പൊട്ടും തിരിയാത്ത പാപ്പക്കറ പുരണ്ടിട്ടില്ലാത്ത ചെറിയ ചെറിയ പിഞ്ചുമക്കളുണ്ട്, കൈക്കുഞ്ഞുങ്ങൾ. പഠിച്ചവനെ, എല്ലാവരുടെയും ബർക്കത്തുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നീ നരകമോചനം ഉറപ്പാക്കണേ അല്ലാ. നരകമോചനം നീ ഉറപ്പാക്കണേ അല്ലാ. നരകമോചനം നീ ഉറപ്പാക്കണേ അല്ലാ. അപ്പൊ സ്വർഗം കിട്ടിയാലുള്ള ഏറ്റവും വലിയ സന്തോഷം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ്. ഇന്നതേ കിട്ടൂ എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിന് ഇണങ്ങിയതായി തോന്നുന്നതൊക്കെ, ഭക്ഷണ സൗകര്യങ്ങള്, വസ്ത്രങ്ങള്, പാർപ്പിടങ്ങൾ, എന്തു വേണമെങ്കിലും അതൊക്കെ സുലഭമാണ്. അതൊക്കെ ഇങ്ങനെ കിട്ടി ആ സന്തോഷത്തിൽ ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കും. ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓർഡർ വരുന്നത്, കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ. ഇതാണ് വളരെ കൂടുതലായി ചർച്ച ചെയ്യാനുള്ള ഒരു ഭാഗം. അതിൻ്റെ മുമ്പ് തുടങ്ങി വെച്ച ഇന്നൽ മുത്തഖീൻ, അതിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ മറന്നിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എത്തിപ്പെടണമെങ്കിൽ എന്തു വേണം? കുലു അഷ്റബ്, അതും കൂടെ പറയാം. എന്നാൽ ഒരു ചെറിയൊരു വഖഫിങ്ങലെത്തും. എന്നിട്ട് അതിൻ്റെ ബാക്കി നമുക്ക് നാളെ പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എന്തു വേണം? അള്ളാഹു പറഞ്ഞു, ഒറ്റ വാക്കിലാണ്ട് ഒതുക്കി വെച്ചു, ഇന്നൽ മുത്തഖീൻ. ഓൽക്കാ കിട്ടുക. മുത്തഖിയാകണമെങ്കിൽ എന്തു വേണം? ആ ഒരു ചർച്ച അനിവാര്യമാണ്. ചെറുതായി ഇൻഷാ അല്ലാഹ് പറയാം. അതിൻ്റെ മുമ്പ് ഇതൊക്കെ അങ്ങോട്ട് കിട്ടിയപ്പോൾ, ഈ സന്തോഷമൊക്കെ കിട്ടിയിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം, എല്ലാം വിചാരിച്ചത്ര സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ട് പിന്നെന്താ റബ്ബ് പറയുന്നത്? ഒരു വലിയൊരു സ്വാതന്ത്ര്യം.
കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുന്തും തഅമലൂൻ. തിന്നോളൂ, കുടിച്ചോളൂ, ഹനീഅൻ സസന്തോഷം, സസന്തോഷം, തിന്നോ കുടിച്ചോ. നമ്മളോട് പറയാണ് അല്ലാഹു, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചവരല്ലേ, നോമ്പ് നോറ്റവരല്ലേ, ഇക്ലി സാഹിത്യങ്ങളും മാപ്രസിദ്ധീകരണങ്ങളും ഉള്ളപ്പം അതൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റിവെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചവരായിരുന്നില്ലേ? അപ്പോഴും ഖുർആൻ പാരായണം ചെയ്തിരുന്നവരല്ലേ ഉമ്മമാരെ? അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കും അടിച്ചു പൊളിച്ച് നടക്കാൻ നല്ല താല്പര്യമുണ്ടായിരുന്നില്ലേ ഉമ്മമാരെ? അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കും അടിച്ചു പൊളിച്ച് നടക്കാനുള്ള താല്പര്യം അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് അമല് ചെയ്തു, അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അതാ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങൾ അന്ന് അധ്വാനിച്ചതിന്റെ ഫലം തന്നെയാണ് ബിമാ കുന്തും തഅമലൂൻ. അതേ, ഈ കിളിപ്പെടുത്തുന്ന ചിത്രങ്ങളും ശബ്ദങ്ങളും രൂപങ്ങളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും അതൊക്കെ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്ഷമിച്ചു, എന്നിട്ട് നിങ്ങൾ സ്വർഗം കിട്ടുന്ന പണിയെടുത്തു. അതുകൊണ്ട് നിങ്ങൾക്കിതാ സ്വർഗം തന്നിരിക്കുന്നു. തിന്നോ, കുടിച്ചോ, സന്തോഷം, സന്തോഷം, ഹനീഅം ബിമാ കുന്തും തഅമലൂൻ. തിന്നോ, കുടിച്ചോ, സന്തോഷപൂർവം തിന്നോളൂ, കുടിച്ചോളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ് വളരെ സന്തോഷത്തോടെ. അവിടെ ഈ ഒരു വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ധാരാളം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അല്ലാഹു തആല ഇവിടെ കുലൂ വശ്റബൂ, തിന്നോ കുടിച്ചോ എന്ന് പറയുന്നതിന് ഇത്ര വലിയ പ്രസക്തിയുണ്ടോ? ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പണ്ഡിതന്മാര് ചർച്ച ചെയ്തു. തിന്നോ കുടിച്ചോ എന്ന് പറയുന്നതിന് പ്രസക്തിയുണ്ട്. എന്താണ് ആ പ്രസക്തി? എന്നെയും നിങ്ങളെയും ഒരാൾ സൽക്കരിച്ചു വീട്ടിലേക്ക്. നമ്മളെ അതിഥിയാണ്, നമ്മുടെ ആതിഥേയൻ. നമ്മളെ കൊണ്ട് ചെന്നിട്ട് അയാള് ഡൈനിങ് ഹാളിൽ നല്ല തീൻമേശയിൽ വിഭവസമൃദ്ധമായ സുപ്ര അയാൾ ഒരുക്കിയിട്ടുണ്ട്. ആ തീൻമേശയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്, ഫുഡുണ്ട്. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇദ്ദേഹം ഒരു ഭാഗത്ത് ഡൈനിങ് ഹാളിന്റെ ഒരു ഭാഗത്ത് ഇയാൾ ഇങ്ങനെ കുത്തി നിൽക്കുക. നമ്മളോടൊന്നും പറയുന്നില്ല, തിന്നോന്നും പറയുന്നില്ല, കുടിച്ചോന്നും പറയുന്നില്ല. ഇയാളിതിങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് തിന്നാൻ കഴിയില്ല. നമ്മളെ സൽക്കരിച്ച ആതിഥേയൻ അതിഥിയായ നമ്മളോട് മനസ്സ് തുറന്ന് പറയണം, ദാ തിന്നോളൂ, കുടിച്ചോളൂ, എടുത്തോളൂ, ഇട്ടോളൂ, സാധനം ഇഷ്ടം പോലെ ഉണ്ട്, ഇതാ കൂട്ടാനൊക്കെ എടുത്തിട്ട് തിന്നോളൂ. ഇങ്ങനെ ഈ വീട്ടുകാരനിൽ നിന്നൊരു സഹകരണം ഉണ്ടാവുമ്പോൾ ആ അതിഥിക്ക് അത് കഴിക്കാനൊരു സന്തോഷം ഉണ്ടാവും. മഹാന്മാര് പറഞ്ഞു, ഈ കുലൂ വശ്റബൂ എന്ന ആ ഒരു സന്തോഷം നൽകുന്നത് അതിനാ. ഏതായാലും വലുതാണ്, ഇവർക്ക് തിന്നാ കുടിക്കുക. പക്ഷെ അല്ലാഹു തആല ഒന്നൊന്ന് അവരെ സന്തോഷിപ്പിക്കാതെ തിന്നോളൂ, കുടിച്ചോളൂ, ഇഷ്ടം പോലെ, ഹനീഅൻ, സന്തോഷം, കുലൂ വശ്റബൂ, ഇത് പറയണമെന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അപ്പൊ ആ ഒരു രൂപത്തിലാകാൻ പാടില്ല. കുലൂ വശ്റബൂ എന്നതിന് വലിയ സ്ഥാനമുണ്ട്. അത് അതിഥികളോട് വന്ന് പറയണം. ആതിഥ്യ മര്യാദകൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അത് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുലൂ വശ്റബൂ. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ അതിഥികളെ മാനിക്കേണ്ട രൂപമെങ്കിൽ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്ന, ഇടക്കാലത്ത് കയറി വന്ന ഈ ഫാഷൻ എരന്നുതീറ്റ, ഇത് യഥാർത്ഥത്തിൽ മാന്യതക്ക് നിരക്കാത്തതാണ്. ബുഫേ എന്ന് പറയുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, കല്യാണത്തോടനുബന്ധിച്ച് മുതലാളിമാർ വളരെ ഗൗരവത്തോടെ ഇസ്ലാം അതിഥി സൽക്കാരത്തിൽ പറഞ്ഞ മുഴുവൻ ആദാബുകളെയും കാറ്റിൽ പറത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബുഫേ സംസ്കാരം. എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ നമുക്കത് വേണം അല്ലേ? എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സയ്യിദന്മാരും ആലിമ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പ്ലേറ്റും കാട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാ കിട്ടുന്നതെങ്കിൽ വാങ്ങാൻ കഴിക്കാമെന്ന മട്ടിൽ നാം മാന്യത ഉള്ളവൻ ആ നൃത്തം നിൽക്കൂല. അതിഥിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, അയാളെ മാന്യമായി സ്വീകരിക്കണം, ബഹുമാനിക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വേറെ കാര്യങ്ങളാണ്.
ഞാൻ ആ വഴിയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ അതിലേറെ ഇന്ന് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നൽ മുത്തഖീൻ എന്ന ഭാഗത്ത് വളരെ പ്രധാനമായി നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സ്വർഗം കിട്ടണമെങ്കിൽ മുത്തഖിയാവണം. അതാണല്ലോ അടിസ്ഥാന വിഷയം. എങ്ങനെ നമുക്ക് ഈ സ്വർഗം നേടാം? അതിനെന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? അല്ലാഹ് പറയുന്നു സൂക്ഷിച്ചോൽക്കേ കിട്ടുള്ളൂ. എന്താണ് സൂക്ഷിക്കേണ്ടത് എന്ന ചർച്ചയിലേക്ക് വരാം. അതിനു മുമ്പ് ഒരൊറ്റ ചർച്ചയും കൂടെ. ഹനീഅൻ കുലൂ അശ്റബൂ എന്ന് നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയും. പക്ഷേ ഹനീഅൻ എന്ന് പറയാൻ കഴിയുക സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടെ കഴിച്ചോ, സസന്തോഷത്തോടെ കഴിച്ചോ എന്ന് പറയാൻ നാളെ സ്വർഗത്തിൽ മാത്രമേ സാധിക്കൂ. ഇവിടെ എല്ലാ നിലക്കും സന്തോഷം, ഒരു വിഷമവും ഇല്ല, നിങ്ങൾ വെട്ടി വിഴുങ്ങിക്കോന്ന് പറയാൻ ഇവിടെ കഴിയുകയില്ല. എന്താ കാരണം? അതിന് കുറേ കാരണങ്ങൾ പറയുന്നു. ഒരുപാട് ആളുകൾ ഇബ്നു കസീർ, അബൂ ഹയ്യാൻ, അബു സുഊദ്, ഇമാം നസഫി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാർ എല്ലാവരും കൂടി പറഞ്ഞ ഹനീഅൻ എന്നതിന് കൊടുത്ത വ്യാഖ്യാനം അതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിട്ട് ഇതെല്ലാം കൂടുമ്പോഴാണ് ഹനി ആകുന്നത്, സന്തോഷം പരിപൂർണമാകുന്നത്. സന്തോഷം കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒത്തിണങ്ങണമെന്ന് ഇവർ പറയുന്നു. അതെല്ലാം കൂടെ കൂട്ടിവെച്ച് ഒരു ചെറിയ അവതരണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നടത്താം. ഒന്ന്, എന്താണ് സന്തോഷത്തോടെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിനു പിന്നിൽ ഒരധ്വാനവും കഷ്ടപ്പാടും ഇല്ല. ദുനിയാവിൽ സന്തോഷത്തോടെ കഴിക്കാൻ പറഞ്ഞാൽ അതിന് കഷ്ടപ്പാടുകളുള്ള ഭക്ഷണമായിരിക്കും പലപ്പോഴും ദുനിയാവിലുള്ളത്. ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ആ അതിഥിയുടെ വീട് വരെ പോകേണ്ടിയെങ്കിലും വന്നിട്ടുണ്ടാകും. മാത്രമല്ല അതിനെ തുടർന്ന് ഇനി കുറെ വിഷയങ്ങൾ വരാനുണ്ട്, അത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. സ്വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരധ്വാനവും ഇല്ല. നമുക്ക് മര്യാദക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തു ചെയ്യണം? പണിയെടുക്കണം. പഴയ കാരണവന്മാർക്കൊരു ചൊല്ലുണ്ട്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. അത് കാരണവന്മാർ പറയുന്ന ഒരു ചൊല്ല. ആ ചൊല്ലിൽ പതിരില്ല, ഒന്നിലും പതിരില്ല എന്നതാണ് സത്യം. പഴയ കാരണവന്മാർ പറയുന്ന ഒരുപാട് തത്വവാക്യങ്ങൾ കുറെ ഉണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണത്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഇഷ്ടം പോലെ തിന്നാനുണ്ടാവും, കഷ്ടപ്പെടണം. ഈ ഭൂമിയിൽ സുഭിക്ഷമായി കഴിയണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. എന്നാൽ വേണോ അടിപൊളിയായി ജീവിക്കാൻ? ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ പാർപ്പിടത്തിലോ നല്ല അന്തസ്സായി ജീവിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടണോ? വേണ്ട വേണ്ട, സ്വർഗത്തിൽ ഒരിക്കലും കഷ്ടപ്പാടില്ല. അതല്ലേ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, നമ്മുടെ വല്ലിപ്പ മനുഷ്യലോകത്തിന്റെ തുടക്കമായ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിലാക്കി. എന്നിട്ടോ തന്റെ പ്രിയപ്പെട്ട ബീവിയെയും കൂടെ കൂട്ടിക്കൊടുത്തു. അതെ, അല്ലാഹു ആദ്യം പഠിച്ചത് ആദമിനെയാണ് അലൈഹിസ്സലാം. പിന്നെ പടക്കുന്നത് ഉമ്മ ഹവ്വ റളിയല്ലാഹു അൻഹയാണ്. ആദ്യം ആദമിനെ സൃഷ്ടിച്ചിട്ട് പിന്നീട് വഖലഖ മിൻഹാ സൗജഹാ, ആദമിൽ നിന്നു തന്നെ ആദമിന്റെ ഇണയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ലൂരിയിട്ടാണ് സൃഷ്ടിക്കുന്നത്. എന്തിനാണിത്? ആദം നബിയുടെ അംശം കൊണ്ട് തന്നെ പടച്ചത് എന്തിനാണ്? ആദമിനെ സെപ്പറേറ്റ് മനുഷ്യരൂപത്തിലുണ്ടാക്കിയ അള്ളാഹുവിന് എന്തേ ഒരു ഹവ്വാക്ക് രൂപകൽപ്പന നടത്താൻ കഴിയൂലായിരുന്നോ? കഴിയാത്തത് കൊണ്ടല്ല. എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ ചിന്തിച്ചോ, അതെന്താ? അങ്ങനെ ആദമിനെ സൃഷ്ടിച്ചതുപോലെ കുറച്ച് മണ്ണ് കുഴച്ചാണ് ഹവ്വാനെയും സൃഷ്ടിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ വിടൂലായിരുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണിനെ പഠിപ്പിക്കുന്നു അല്ലാഹു. അങ്ങനെ ഒരു രൂപകൽപ്പന നടത്താതെ പുരുഷന്റെ ഭാഗമെടുത്ത് സൃഷ്ടിച്ചുകൊണ്ട് പെണ്ണിനെ പഠിപ്പിക്കുകയാണ്. പെണ്ണേ, നീ എന്നും പുരുഷന്റെ ചൂടിൽ ജീവിക്കേണ്ടവനാണ്. പുരുഷന്റെ തണുപ്പിലും ചൂടിലും വളർന്നുകൊണ്ടിരിക്കേണ്ടവളാണ് നീ.
മാത്രമല്ല നിനക്ക് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൂടാ. നീ എപ്പോഴും ഒരു പുരുഷന്റെ തണലിലാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കൽ ലക്ഷ്യമാണ്. ആ പുരുഷനിലേക്ക് ആ സ്ത്രീക്കും സ്ത്രീയിലേക്ക് പുരുഷനും ആകർഷണം അത് നിലനിർത്താനും കൂടിയാണ് പടച്ച റബ്ബ് ഇത് ചെയ്തിരിക്കുന്നത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നിരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഹവ്വായിനെയും ആദമിനെയും അള്ളാഹു പടച്ചു വെച്ചതിന്റെ ശേഷം അതാ ആദം നബിക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്തിനാണ് ഹവ്വാ ബീവിക്കും കൂടെ കാണിച്ചു കൊടുക്കുന്നത്? അതേ, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി അശ്ശജറ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നു, നിങ്ങൾ പോയിട്ട് സമാധാനത്തോടെ ജീവിച്ചോളൂ. യാ ആദമുസ്കുൻ, ആദമേ നിങ്ങൾ പോയി പാർത്തോ എന്ന് മാത്രമല്ല, ഉസ്കുൻ സുക്കൂനോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിച്ചോളൂ. നിങ്ങൾ ഇറങ്ങി താമസിക്കാൻ കൽപ്പന മാത്രമല്ല ഇത്, ഉസ്കുൻ നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം. പഠിച്ചോനെ, ഞാൻ ഒറ്റക്ക് പോയിട്ട് എവിടെ സമാധാനം? ഒരാണിന് പെണ്ണില്ലാതെ എന്ത് സമാധാനമാണ്? അൻത വസൗജുക്, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ബീവിയും വരുന്നു. അൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് സന്തോഷത്തോടെ ജീവിച്ചോളൂ. ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അങ്ങനെ സ്വർഗത്തിലാക്കുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്ലീസിനെ ചൂണ്ടിയിട്ട് പറയുന്ന വാക്ക് കണ്ടോ നിങ്ങള്? ഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൻ ലക വലി സൗജിക. ഓ ആദമേ, ഇത് നിങ്ങളുടെയും നിങ്ങളുടെ ബീവിയുടെയും ശത്രുവാണ് കേട്ടോ. ഇവനില്ലേ ഈ പഹയൻ, ഇവൻ നിങ്ങളെ പറ്റിക്കും, മനുഷ്യവർഗത്തിനെ പറ്റിക്കാൻ വേണ്ടി നടക്കാൻ കേട്ടോ. നിങ്ങളെ ശത്രുവാണ്, നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന ഹാദാ അദുവ്വുൻ ലക വലി സൗജിക ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന. അതുകൊണ്ട് തന്നെ ഇവൻ നിങ്ങളെ തന്ത്രത്തിൽ സ്വർഗത്തിൽ നിന്ന് പുറം ചാടിക്കാതിരിക്കട്ടെ. ചാടിയാൽ എന്താ കുഴപ്പം? ഫതഷ്ഖാ, അന്ന് മുതൽ നിങ്ങൾ ക്ലേശം അനുഭവിക്കേണ്ടി വരും. ഫതഷ്ഖാ, അന്ന് മുതൽ നിങ്ങൾ ക്ലേശം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ സുഖലോക സ്വർഗത്തിലുള്ള സുഖങ്ങളൊക്കെ ആയിട്ട് തീരും. പിന്നെ തിന്നണമെങ്കിൽ ഭൂമിയിൽ കിളച്ചുണ്ടാക്കേണ്ടി വരും. പിന്നെ ഉടുക്കണമെങ്കിൽ അത് നിങ്ങൾ ഓട്ടി കണ്ടെത്തേണ്ടി വരും. വെള്ളം ഭൂമിയിൽ കുഴിച്ച് എവിടെ വെള്ളമുള്ളതെങ്കിൽ അതുവരെ പോകേണ്ടി വരും. അല്ലെങ്കിൽ എവിടെയാ പുഴ ഉള്ളതെങ്കിൽ അവിടെ ഇറങ്ങേണ്ടി വരും. നിങ്ങളുടെ കാൽക്കീഴില് വെള്ളം കിട്ടുക, കയ്യിലേക്ക് വെള്ളം, കയ്യിലേക്ക് ഭക്ഷണം, കയ്യിലേക്ക് വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും ഈ നിങ്ങളുടെ കൈക്കുമ്പിളിൽ ഒതുക്കിത്തരുന്ന ഈ സംവിധാനം ഇത് സ്വർഗത്തിലേ ഉള്ളൂ കേട്ടോ. ഭൂമിയിൽ ഇറങ്ങിയ അന്ന് മുതൽ നിങ്ങൾ ക്ലേശം അനുഭവിക്കേണ്ടി വരും, പ്രയാസപ്പെട്ട ജോലികൾ ചെയ്യേണ്ടി വരും. ഫതഷ്ഖാ, അങ്ങനെയാണ്. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. കാരണം ഈ സ്വർഗത്തിൽ നിങ്ങൾ കഴിയാണെങ്കിൽ നിങ്ങൾക്ക് വിശക്കാതെ ജീവിക്കാം. വലാ തഅറാ, നിങ്ങൾക്ക് ഉടുക്കാൻ മുണ്ടില്ലാത്ത പറ്റമുണ്ടാവില്ല. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. സ്വർഗത്തിന്റെ പ്രത്യേകത, അവിടെ ഉടുക്കാൻ മുണ്ടിന് വേണ്ടി ഓടണ്ട, അതേ കഴിക്കാൻ ഭക്ഷണത്തിന് വേണ്ടി തളരണ്ട, ഓടണ്ട, തളരണ്ട, വിയർക്കണ്ട. എന്ത് ചെയ്താ മതി? ഇരുന്നോടത്തിരുന്ന് എല്ലാം കിട്ടുന്നു. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ വഅന്നക ലാ തദ്മഉ ഫീഹാ. ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദാഹജലം കുടിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണ്ട. എപ്പോഴും വെള്ളം സുലഭമായി കിട്ടുന്നു, ദാഹിക്കുന്ന പ്രശ്നമില്ല. അതേ, ഒരിക്കലും ഒരു ലവലേശം വെയിൽ പോലും ഏൽക്കേണ്ടി വരില്ല. വെയിൽ കൊള്ളേണ്ടി വരില്ല സ്വർഗത്തില്. അതൊക്കെ ഇവിടെ ഉള്ള സൗകര്യമാണ്. ഇവിടെ നിന്നാണ് പോയാൽ അതൊക്കെ നഷ്ടപ്പെടും കേട്ടോ. ഭൂമിയിൽ ഇറങ്ങിയതോടുകൂടെ നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം തീരുമാനിച്ചത് ഭൂമിയിൽ ഇറക്കാൻ തന്നെയാണ്. പക്ഷേ ഇനി തിരിച്ചു പിടിക്കാൻ പോകുന്ന സ്വർഗത്തിന്റെ ആ അനുഗ്രഹങ്ങളും പരിചയപ്പെടുത്തി തരികയാണ്. കുറച്ചു കാലം ദുനിയാവിൽ ജീവിക്കുമ്പോ നിയമവിധേയമായി ജീവിച്ചോ, എന്നാല് ഈ ഓടാതെ തളരാതെ വീർക്കാതെ തിന്നാനും ഉടുക്കാനും പാർക്കാനും അല്ലാഹു സൗകര്യം തരും. അങ്ങോട്ട് എത്തണമെങ്കിൽ ഇവിടുന്ന് ഒന്ന് കഷ്ടപ്പെട്ടാളാ എന്ന് അല്ലാഹു എന്നെ നിങ്ങളെ അറിയിക്കണം. അപ്പൊ ശരിക്ക് കഷ്ടപ്പെടാതെ തിന്നാൻ കഴിയുക, ഇതാണ് ഹനീ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചു.
ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. ഇനി ഇത് തന്നെ നമ്മൾ ആലോചിക്കുക. ഒരുപാട് സംഗതികൾ ഇരുന്നിങ്ങനെ തിന്ന ഒരു ഭാഗത്ത് അതും ഒരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ എന്ന്. കാരണം സഹോദരിമാർക്കൊക്കെ അത് വേഗം പോയി തിന്നാൻ കിട്ടാത്ത കാലമല്ല. ഒരു കാലത്ത് സഹോദരിമാർക്ക് നല്ലോണം തിന്നാൻ കിട്ടും ചില സീസണിൽ. പക്ഷേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്നാണ് ഉണ്ടാകുക. ഇരുന്ന് തിന്നാനൊന്നും വലിയ ആഗ്രഹം ഉണ്ടാവില്ല. ഇതേ രൂപത്തിൽ നമുക്കും ജീവിതത്തിൽ ഒരിക്കലും സുന്നത്ത് കല്യാണം കേൾക്കുമ്പോൾ നമുക്കും വരലുണ്ട്. ഇങ്ങനെ നല്ല നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വരും. അതൊക്കെ വന്നാലും ഇവിടെ നിന്ന് എണീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് മനസ്സിലുണ്ടാകുക. ഇതൊന്നും തിന്നാൻ അറിയില്ല പൂതി. അപ്പോ അനങ്ങാതെങ്ങനെ തിന്നലാണോ സ്വർഗത്തിൽ? അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു ബർക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെട്ടുമാറാവട്ടെ. അവരുടെ കൂടെ നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ അനങ്ങണ്ട എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അനങ്ങണ്ടെന്നാണ് പറഞ്ഞത്. മുണ്ടിന്റെ കാര്യത്തിൽ ഓടണ്ടെന്നാ പറഞ്ഞത്. താമസിക്കാൻ വീടിന്റെ കാര്യത്തിൽ ഓടണ്ടെന്നാ പറഞ്ഞത്. അതൊക്കെ അള്ളാഹു വേണ്ടതൊക്കെ അള്ളാഹു മുമ്പിലേക്ക് എത്തിച്ചേരും. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു കുടം വെള്ളം പോലും അപ്പുറത്ത് പോയി ഏറ്റി വരേണ്ട ഒരാവശ്യം ഒരു പെണ്ണിനുമില്ല, ഒരാണിനുമില്ല. സന്തോഷാണ്. പക്ഷേ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാന്നല്ല, അവിടെ കൂട്ടുകാരെ കാണാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം മുസ്ലിം റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹ് മുസ്ലിമിൽ തന്നെയുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ മാർക്കറ്റിൽ പോകുന്നതൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. കച്ചവടം നടത്തുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. പല പല തരത്തിലുള്ള ഹോബികളും സ്വർഗത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റിയെങ്കിൽ നമുക്ക് പിന്നീട് പറയാം കുറച്ചൊക്കെ. പല പല പരിപാടികളും രസകരമായ ഒരുപാട് ഹോബികൾ, ഒരുപാട് സംഗതികൾ സ്വർഗത്തിലുണ്ട്. അതൊന്നും കിട്ടൂല എന്നല്ല. അപ്പൊ ഓടാൻ വേണ്ടി ഓടാം, ചാടാൻ വേണ്ടി ചാടാം, കുളിക്കാൻ വേണ്ടി കുളിക്കാം. അല്ലാതെ നിങ്ങൾക്ക് എന്തു വേണ്ട, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടണ്ട, ചാടണ്ട, വിയർക്കണ്ട, തളരണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് നമ്മൾ അവന് സമ്മാനമായി നൽകും. ഏതാണ് ഈ ആരാമങ്ങൾ? എന്തൊക്കെ നിനക്ക് ഹൃദ്യമായി സങ്കല്പിക്കാൻ കഴിയുന്നോ അത് മുഴുവനും ലഭിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഇന്നത് 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 എന്ന് വേർതിരിച്ചു പറയാതെ അള്ളാഹു തആല ബഹുവചന സ്വരത്തിൽ പറഞ്ഞു, ഫി ജന്നാത്ത്, സ്വർഗീയ ആരാമങ്ങളിൽ മുഴുവനും അവര് ഉല്ലസിക്കുകയാണ്. സ്വർഗീയ ആരാമങ്ങളിൽ അവർ വളരെ സന്തോഷത്തോടെ കഴിയുകയാണ്. അവർ കഴിഞ്ഞുകൂടുന്ന സന്തോഷം ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി അടുത്ത ആയത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ജന്നാത്ത് എന്ന് പറയാൻ കാരണം കേവലം ഈത്തപ്പന തോട്ടം മാത്രമല്ല, ഈത്തപ്പഴം മാത്രമല്ല, മുന്തിരിത്തോട്ടം മാത്രമല്ല, ഉറുമാന്തോട്ടം മാത്രമല്ല, മാമ്പഴത്തോട്ടം മാത്രമല്ല, എന്തൊക്കെ പഴങ്ങൾ നിങ്ങൾ സങ്കല്പിച്ചോ, എന്തെല്ലാം നിങ്ങൾക്ക് വേണം, ഏതെല്ലാം തോട്ടങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ, അത്തരത്തിലുള്ള മുഴുവൻ തോട്ടങ്ങളുടെയും ഫലസമൃദ്ധമായ ഒരു ചിത്രം അതാ നിങ്ങൾ കാണാൻ പോകുന്നു. അത് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു സ്വർഗത്തിൽ. ഫീ ജന്നാത്തിൻ വനഈം. അതേ രൂപത്തിൽ തന്നെയാണ് സുഖസൗകര്യങ്ങളും. ആ സുഖസൗകര്യങ്ങൾ ഏതെങ്കിലും ഒന്നിലൊതുങ്ങുന്ന സുഖസൗകര്യമല്ല. ഭക്ഷണം വേണോ, ഭക്ഷണമുണ്ട്. വെള്ളം വേണോ, വെള്ളമുണ്ട്. നല്ല മനസ്സിനിണങ്ങുന്ന പാർപ്പിടമാണോ വേണ്ടത്, അതുമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എന്തൊക്കെ വേണോ അത് മുഴുവനും നിനക്ക് തരും. അതുകൊണ്ടാണ് അല്ലാഹു വന്നഈം എന്ന പ്രയോഗം പറയാതെ അല്ലാഹു വന്നഈം എല്ലാ സുഖസൗകര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സംസാരിച്ചത്. നഈം സാർവത്രികതയുടെ ശബ്ദമാണ് അല്ലാഹു തആല അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ സുഖങ്ങളും ഇതൊക്കെ അറബി ഭാഷയുടെ ടേസ്റ്റും കൂടെ ഉൾക്കൊള്ളുന്നവർക്കേ ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൊണ്ട് അത്തരം ഗ്രാമറിക്കൽ വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു വരാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരം ആശയങ്ങൾ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു ആ പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാർ വിശദീകരിച്ചതനുസരിച്ച് പറയട്ടെ. എല്ലാവിധ ആരാമങ്ങളും അതേ രൂപത്തിൽ തന്നെ
എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടെന്നതാണ്. അതൊക്കെ അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ലദ്ദത്തുകളാണ്, ആനന്ദങ്ങളാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് അത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൽ മനസ്സിലാക്കേണ്ടത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഉസ്താദുമാർക്ക് അത് പറയേണ്ടതുമില്ല, മുതഅല്ലിമീങ്ങൾക്ക് അടക്കം ആ കാര്യം തിരിയുകയും ചെയ്യും. ഫീ ജന്നാത്തിൻ വനഈം, എല്ലാ തരത്തിലുള്ള ആരാമങ്ങളും എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ട് മുത്തഖീങ്ങൾക്ക് ലഭിക്കുന്ന. എന്നിട്ടോ എന്താണ് അവരതിൽ ചെയ്യുന്നത്? ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് നൽകിയ സന്തോഷങ്ങളുടെ പേരിൽ, അനുഗ്രഹങ്ങളുടെ പേരിൽ അവർ ഉള്ളു തുറന്ന് സന്തോഷിക്കുകയാണ്. ഫാകിഹീന, മതിമറന്ന് ആഹ്ലാദിക്കുകയാണ്. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും. ഫാകിഹീൻ എന്ന് പറഞ്ഞാൽ മതിമറന്ന് ആഹ്ലാദിക്കുക, ഉള്ളു തുറന്ന് സന്തോഷിക്കുക. സന്തോഷം പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട്. 10 കാര്യങ്ങൾ സന്തോഷിക്കാൻ വകുപ്പുള്ളതുണ്ടാകുമ്പോ ഒരു 2 ദുഃഖത്തിന് ഇങ്ങേ പുറത്ത് അല്ല. പലപ്പോഴും 2 സന്തോഷിക്കാൻ വകുപ്പുണ്ടെങ്കിൽ 20 ദുഃഖിക്കാനാണ് വകുപ്പുണ്ടാകാറുള്ളത്. അതൊരു പൊതു തത്വമാണ്. പക്ഷെ ഞാൻ പറയുന്ന എല്ലാ നിലക്കും സുഖമാണ്. 10 കാര്യങ്ങൾ സന്തോഷിക്കാൻ വക നൽകുന്നതാണ്. എങ്കിൽ ഒരു 2 ഇപ്പുറത്ത് ദുഃഖിക്കാനും അവസരമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉള്ളു തുറന്ന് മതിമറന്ന് ആഹ്ലാദിക്കാൻ സാധിക്കാറില്ല മനുഷ്യൻ എന്നതാണ്. അത് സാധിക്കുന്നത് നാളെ സുഖലോക സ്വർഗത്തിലാണ്. ഒരു വിധത്തിലുള്ള ടെൻഷനുമില്ല, തെളിഞ്ഞ കൽബാണ്, പൂർണ്ണ സന്തോഷവാനായ ഒരു കൽബ്, പൂർണ്ണ സന്തോഷമുള്ള ഒരു കൽബ്. ഇത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടണമെങ്കിൽ സ്വർഗത്തിലെത്തണം. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും, റബ്ബവർക്ക് കൊടുത്തതിന്റെ പേരിൽ അവർ സന്തോഷിക്കുകയാണ്. കാരണം അത്രയും അധികം കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് എന്തിനു കിട്ടി? സ്വർഗാവകാശികൾ ചർച്ച ചെയ്യുന്ന ഇതെല്ലാം കൂടെ എങ്ങനെയാ നമുക്ക് കിട്ടിയത്? നമ്മൾ ഇതിനു മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹു ഇതെല്ലാം കൂടെ നമുക്ക് എന്തിനാ തന്നത്? വല്ലാത്ത ഒരു സന്തോഷം തന്നെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മാനാണ്, റഹീമാണ്, റഊഫാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിക്കങ്ങോട്ട് ബോധ്യപ്പെട്ടു. അല്ല, അള്ളാഹു വഹാബാണ് എന്ന് പറഞ്ഞ ശബ്ദം ശരിക്ക് ബോധ്യപ്പെട്ടത് നമുക്കിവിടെ വെച്ചാണ്. കാരണം എല്ലാം തന്നു. നമ്മളൊന്നും കൊടുത്തേൽപ്പിച്ചതിന്റെ പേരിലല്ല. എല്ലാം 100% ഫ്രീ ആണ്. അള്ളാഹു വഹാബാണ്. അത് ഭൂമിയിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്ന് നമ്മളത് പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നതാണ് സത്യം. നമ്മുടെ കയ്യിലൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ച് കിട്ടിയതും ചോദിക്കാതെ കിട്ടിയതും തമ്മിൽ ഒരു ചെറിയ കമ്പയറിംഗ് നടത്തി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബോധ്യപ്പെടും. ചോദിക്കാതെ കിട്ടിയതാ കൂടുതലുള്ളത്. ചോദിക്കാതെ കിട്ടിയതാ കൂടുതലുള്ളത്. പലതും അങ്ങനെയാണ്. എന്റെ അസ്തിത്വത്തിൽ ഞാൻ റബ്ബിനോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ റബ്ബുണ്ടാക്കി തന്നത് ഞാൻ റബ്ബിനോട് ചോദിച്ചതിന്റെ പേരിലല്ല. അപ്പോൾ തന്നെ എന്നെ പുരുഷനായി സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ സഹോദരിയായി സൃഷ്ടിക്കുന്നത്, ഈ ലിംഗനിർണയം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വന്നത്. നമ്മൾ ഒരുപാട് കരഞ്ഞു പറഞ്ഞതിന്റെ പേരിലല്ല. മറിച്ച് അവിടെ വരുന്നത് അള്ളാഹുവിന്റെ നിയമപ്രകാരമാണ്. എന്റെ കളർ എന്താവണമെന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കൊരു പങ്കുമില്ല. എന്റെ വലുപ്പം എത്രയായിരിക്കണം, പൊക്കം എത്രയായിരിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വിഷയങ്ങൾ ഏത് നമ്മൾ എടുത്തു ചിന്തിച്ചു നോക്കുമ്പോഴും ദുആ ചെയ്തിട്ട് കിട്ടി എന്ന് നമുക്ക് തോന്നുന്ന വളരെ കുറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ചോദിക്കാതെ കിട്ടിയതായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു വഹാബാണ് എന്ന ആ നാമം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അത് പഠിപ്പിക്കുന്നത് കാണാം.
അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം തന്നിട്ടുണ്ട്. അതിൽ നന്നായി ആഹ്ലാദിക്കുകയും ആ ആഹ്ലാദം ഇബാദത്തിലൂടെ, അതുപോലെ തന്നെ പടച്ച റബ്ബിനുള്ള നന്ദി പ്രകടനത്തിലൂടെ നാം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അതിന് നമ്മൾ മറന്നുപോയി. ഷോലുകൊണ്ട്, ദുനിയാവിലെ ഷോലുകൊണ്ട് നമ്മൾ മറന്നുപോയി. എന്നാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്നായി സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല, പണിയൊന്നുമില്ല, ജീവിത പ്രയാസങ്ങളില്ല, ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ടതില്ല, കഷ്ടപ്പെടേണ്ടതില്ല. എല്ലാം അള്ളാഹുവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇനി സന്തോഷിച്ചാൽ മതി. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് നൽകിയ, അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ മതിമറന്നാഹ്ലാദിക്കുന്നു. വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. എന്താണ് ഇവർ മതിമറന്നാഹ്ലാദിക്കാനുള്ള മറ്റൊരു കാരണം? വവഖാഹും റബ്ബുഹും, അവരുടെ രക്ഷിതാവ് അവരെ കാത്തുകൊടുത്തു എന്നത് തന്നെയാണ് ആ വലിയ സംഭവം. അദാബൽ ജഹീം, നരകശിക്ഷയെ അവരെ തൊട്ട് അവരുടെ രക്ഷിതാവ് കാത്തുകൊടുത്തു എന്നത് വലിയ ഒരു സംഭവമാണ്. അതെ, സ്വർഗത്തിലെ ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നരകശിക്ഷ കാത്തു എന്നത് സെപ്പറേറ്റ് മറ്റൊരു അനുഗ്രഹമാണ്. എണ്ണാതെ പോവാൻ പാടില്ല. ബഹുമാനപ്പെട്ട മഹാന്മാർ മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു നരകശിക്ഷ നമ്മളെ